മലയാളികളുടെ സ്വന്തം ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഇനി കേന്ദ്രമന്ത്രി. സംഘടനാ സംവിധാനം പിഴവില്ലാതെ പ്രവർത്തിച്ചതും കേന്ദ്രത്തിന്റെ മേൽനോട്ടവുമെല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഘടകമായി. ഈ തൃശൂർ എനിക്ക് വേണം, ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക. കാത്തിരുന്ന് താമര വിരിയിച്ചൊടുവിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. തിരുശീലയിൽ നിന്നും പാർലമെന്റിലേക്കുള്ള ചുവടുവയ്പ് കേരളത്തിനാകെ പ്രതീക്ഷയാകുകയാണ്. കർമ്മമണ്ഡലത്തിലെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ വിജയം. പൊതുപ്രവർത്തനം, സാമൂഹിക സേവനം കൂടിയാക്കിയ രാഷ്ട്രീയ ജീവിതത്തിനുള്ള അംഗീകാരം. രാഷ്ട്രീയ സിനിമകളിലെ നായകന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു നിയോഗം പോലെയായിരുന്നു. എന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. വാജ്പേയിക്കൊപ്പം കരുണാകരനെയും നായനാരെയും ഒക്കെ ഗുരുക്കന്മാരായാണ് കാണുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ BJPയോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 2016 ഏപ്രിൽ രാജ്യസഭയിലേക്ക്, മാസങ്ങൾക്കകം BJPയിൽ ഔദ്യോഗികമായി അംഗത്വവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. പക്ഷേ BJPയുടെ വോട്ട് വിഹിതത്തിലെ കുതിച്ചുചാട്ടം വിശകലന വിദഗ്ധരെ ഇരുത്തി ചിന്തിപ്പിച്ചു. 2 വർഷത്തിന് ശേഷം തൃശൂരിൽ നിന്നും വീണ്ടും ഒരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴും പരാജയം. പരിഹാസവും ട്രോളുകളും പക്ഷേ അദ്ദേഹത്തെ ബാധിച്ചില്ല. മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് തൃശൂരിലെ വോട്ടർമാർ ഒടുവിൽ ഗംഭീര വിജയം തന്നെ സമ്മാനിച്ചു. UDFന്റെയും LDFന്റെയും കരുത്തരായ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷം നേടി സുരേഷ് ഗോപി തൃശൂർ നേടിയെടുത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.